അങ്ങനെ അബ്ദുൽ ഹക്കീമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. UAE പോലീസ് അറസ്റ്റ് ചെയ്തു, നാട്ടിലേക്ക് അയക്കാനാണ് പ്ലാനിങ്. എന്റെ കാസറ്റ് ഈ വിഷയത്തിൽ 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് പെപ്പയുടെ മാനേജർ തെളിവടക്കം ഈ ലേഡിക്ക് കാണിച്ചു കൊടുത്തു. വൻ ഗ്രൂപ്പ് ഉണ്ട്, കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. മൊത്തം കുഴപ്പമാണല്ലോടാ. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഹനാൻഷയാണ് ഇതിന്റെ സെറ്റിൽമെന്റിന് മീഡിയേറ്റർ ആയിട്ട് നിന്നത്. ആ കുട്ടിക്ക് ഇപ്പോഴും ഹനാൻഷാനെ വിശ്വാസമില്ല. ആ കുട്ടി പറയുമ്പോ ഹനാൻഷ മേടിച്ചിട്ടുണ്ടാവൂ. എന്ത് മധ്യസ്ഥ വഹിച്ചവയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? ഹനാൻഷയ്ക്കും കാശ് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആ കുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ നെഗോസിയേഷൻ ആണെന്നാണ് ഹനാൻ പറയുന്നത്. ഈ നെഗോസിയേഷൻ അത് ഹക്കീമാണെന്നാണ്. പക്ഷെ ഹക്കീം ഇപ്പൊ വരെ ഇന്നോട് ഡിനൈ ചെയ്യാണ് ചെയ്തത്. ഹക്കീം അല്ല, ഹക്കീം ചെയ്തിട്ടില്ല. പണം കിട്ടി, പെൺകുട്ടി എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. ദിസ് ഈസ് ചീറ്റിംഗ്. അതുപോലെ എന്റെ കാസറ്റ് ഹക്കീം പൈസ മേടിച്ചിട്ടില്ല, എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. 1 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന ഹക്കീം, എന്നാ പിന്നെ ഈ കാശ് ഹക്കീമിന്റെ പേരിൽ ആരടിച്ചു മാറ്റി എന്നുള്ളത് ഹക്കീം തെളിയിക്കും. ഹനാൻ ഷാനോട് ഞാനിത് സംസാരിച്ചപ്പോൾ ഹനാൻ തന്നെ എന്നോട് പറഞ്ഞു, സായി ബ്രോ ഞാൻ പറയുന്ന വേർഷൻ സായി ബ്രോ പുറത്ത് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഇത് തന്നെയായിരിക്കും ഞാൻ എല്ലായിടത്തും എവിടെയും പറയുന്നത്, ഞാൻ എവിടെയും മാറ്റി പറയില്ല. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉള്ളൊരു സിറ്റുവേഷൻ എന്നോട് ഹനാൻ ഷാ പറഞ്ഞ എങ്ങനെ അറിയും? ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ പ്രൊഡക്ഷൻ ടീം, ഒരു സൈഡിൽ നിന്ന് പെപ്പേന്റെ മാനേജർ. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? അണക്ക് മാത്രല്ലേ ഹനാനെ ഈ പറഞ്ഞ ഹക്കീമിനെ അറിയാം? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ ആരും വിളിച്ചിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും ഈ ഹക്കീം ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഈ വിഷയം ഒന്ന് തീർത്തതാ. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തപ്പെടുത്തി. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ള പാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. ഒരു പെണ്ണ് കേസ് സെറ്റിലാക്കാൻ പൈസ കൊടുത്ത ആന്റണി പെപ്പെ സീനിലില്ല. ഒരു വെള്ളക്കടലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടു സാർ. ഒരു അലിഗേഷൻ ഉന്നയിച്ച, ഒരു FIR പോലും ഇല്ലാതെ ഒരു അലിഗേഷൻ ഉന്നയിച്ച ഒരു ലേഡി, അവരുടെ കേസ് ഈ വിഷയത്തിലില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്, ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇതൊന്നും അല്ലാത്തൊരു സിനിമാറ്റിക്സ് ആണ് ഞാൻ അതിൽ പറഞ്ഞുതരാം. ഒരു 10 ലക്ഷം രൂപ അനന്ത് പറയുന്നുണ്ട്, വിഡ്രോ ചെയ്ത് ക്യാഷ് ആക്കിയ 10 ലക്ഷം. ഈ ക്യാഷ് ആക്കിയ 10 ലക്ഷം എടപ്പാൾ ഒരു പാലത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. അത്ര ഇത് എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് ഇതെടുത്തിട്ട് പോയി. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണി ഞാൻ ഇവിടെ കുഴിച്ചിട്ട്. ചൊളയും പോയി, രൂപയും പോയി. അങ്ങനെ അബ്ദുൽ ഹക്കീമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. UAE പോലീസ് അറസ്റ്റ് ചെയ്തു, നാട്ടിലേക്ക് അയക്കാനാണ് പ്ലാനിങ്. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇതിലും നല്ലത് UAE പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണ് ജീവിക്കുക? കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.